സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ തോട്ടണ്ടി വാങ്ങുന്നതിനായി നടത്തിയ ഈ ടെൻഡറിലും കശുവണ്ടി പരിപ്പിന്റെ വിപണനത്തിലും വ്യാപക ക്രമക്കേടുകൾ നടന്നതായാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. തോട്ടണ്ടി വാങ്ങുന്നത് സംബന്ധിച്ച് JMJ ട്രേഡേഴ്സുമായി നടത്തിയ ചർച്ചയിൽ 11-അംഗ ഡയറക്ടർ ബോർഡിൽ ചെയർമാൻ R. ചന്ദ്രശേഖരും ഡയറക്ടർ രതീഷും മാത്രമാണ് പങ്കെടുത്തത്. ഇവർ മാത്രം ഒപ്പുരേഖപ്പെടുത്തി കരാർ സംബന്ധിച്ച് തീരുമാനമെടുത്തതിന്റെ തെളിവുകൾ 2013 ഒക്ടോബറിൽ ധനകാര്യ പരിശോധനാ വിഭാഗത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ തുടർ പരിശോധന നടന്ന സമയത്ത് ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കൂടി ഒപ്പ് മുമ്പത്തെ ഹാജർ ബുക്കിൽ രേഖപ്പെടുത്തിയതായും കണ്ടെത്തിയിരുന്നു. ഈ ഒപ്പുകൾ വ്യാജമായി പിന്നീട് ചേർക്കുകയായിരുന്നുവെന്ന് വ്യക്തം. ഇറക്കുമതി സംബന്ധിച്ച രജിസ്റ്ററിൽ തുക രേഖപ്പെടുത്തിയ പല ഭാഗങ്ങളും വൈറ്റ്നർ ഉപയോഗിച്ച് തിരുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും രജിസ്റ്റർ പരിശോധിച്ചിട്ടില്ലെന്നതും ഗുരുതര വീഴ്ചയായി റിപ്പോർട്ട് പറയുന്നു. 10-ൽ പരം അന്വേഷണ റിപ്പോർട്ടുകൾ വിജിലൻസിന്റെ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ കൈവശം ഇരുന്നിട്ട് ഇതുവരെ യാതൊരു നടപടിയും എടുക്കാതെ ഇവരെ വെച്ച് ഈ അഴിമതിക്കാരെയും വെച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. കശുവണ്ടി കോർപ്പറേഷനിലെ അഴിമതി സംബന്ധിച്ച് 10ഓളം അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് നേരത്തെ തന്നെ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. PL കിരൺ, മീഡിയ 1.